Hello dears, welcome back to Science Online Class. Today we can start our new lesson, 15th chapter, blow hot and blow cold. ചൂട് കാറ്റടിക്കുക അല്ലെങ്കിൽ ഊതുന്ന ചൂട്, അപ്പോൾ തന്നെ ഓടുന്ന തണുപ്പ്, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു സ്റ്റോറി പോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾ ഓഫ് യു ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക്, ദെൻ വി ക്യാൻ റീഡ് ദ സ്റ്റോറി. There was a woodcutter. അവിടെ എന്തൊരു വുഡ് കട്ടർ ഉണ്ടായിരുന്നു. എവറി ഡേ ഇൻ ദ മോർണിംഗ് ഹി യൂസ് ടു ഗോ ടു ദ ഫോറസ്റ്റ് ടു കട്ട് ദ വുഡ്. ഈ മരം മുറിക്കുന്ന ആളെന്ത് ചെയ്യും, എല്ലാ ദിവസവും ഫോറസ്റ്റിലേക്ക് പോവും. എന്തിനു വേണ്ടിയിട്ട്? മരം മുറിക്കാൻ വേണ്ടിയിട്ട്. ഇൻ ദ ഈവനിങ് ഹി വുഡ് സെൽ ദ വുഡ് ഇൻ ദ സിറ്റി. വൺ ഡേ ഹി വെൻറ്റ് ഡീപ്പ് ഇൻ ടു ദ forest. It was a very cold winter. His fingers were become numb. Every now and then the woodcutter would put down his axe and bring his hands close to his mouth. Then he would blow hard on them to warm them. അതായത് എന്ത് ചെയ്തു, എല്ലാ ദിവസവും അയാൾ എന്ത് ചെയ്തു, മരം മുറിക്കാൻ വേണ്ടി പോകും. ഈവനിങ് ആകുമ്പോൾ ആ മരം വന്നിട്ട് സിറ്റിയിൽ കൊണ്ടുപോയി വിൽക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, അയാൾ ഒരു ദിവസം അയാൾ നന്നായി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ആ സമയത്ത് അയാൾ ഭയങ്കര കോൾഡ് വിൻ്റർ ആയിരുന്നു, നല്ല തണുപ്പുള്ള സമയത്തായിരുന്നു. അപ്പോൾ അയാളുടെ ഫിംഗേഴ്സ് എന്തായിരുന്നു, ഭയങ്കരമായിട്ട് നമ്പായിരുന്നു, മരവിച്ച് കിടക്കുക, അത്രയും തണുപ്പായിരുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഓരോ സമയം വുഡൊക്കെ എന്ത് ചെയ്തു, വുഡ് കട്ട് ചെയ്യുന്ന ആക്സ്, അതിൻ്റെ ആക്സിനെന്താ മഴയില്ലേ, ആ മഴ നിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ കൈകൾ എന്ത് ചെയ്തു, അതിൻ്റെ മൗത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്, വായൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ഊതാൻ തുടങ്ങി. ദെൻ ഹീ വുഡ് ബ്ലോ ഹാർഡ്, നല്ല സ്പീഡിൽ നല്ല ഹാർഡായിട്ട് തന്നെ അതിനെ കൈകൾക്ക് ഊതിയിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ കൈകൾ നന്നായി ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം while he was cutting down, Mian Balsti was watching him from a corner. Mian Balsti saw that the woodcutter kept blowing on his hands. He began to wonder what all that was about, but he could not understand it. He got up thinking that he would go and ask the woodcutter. After walking a little, he came back and thinking that the woodcutter may not like being asked. അതായത് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, വുഡ് ഈ കട്ടിങ് വുഡ് ചെയ്യുന്നത്, അതായത് മിലാൻ BST, അതായത് മിലാൻ ബാലിസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഇതൊക്കെ ഒരു കോർണറിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ മിലാൻ ബാലിസ്റ്റിക്ക് എന്ത് കണ്ടു, വുഡ് കട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇങ്ങനെ അതിൻ്റെ കൈകൾ ഇങ്ങനെ കൈകളിലേക്ക് ഊതുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. അയാൾ എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ അത് അയാൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാളിങ്ങനെ ചിന്തിച്ചിട്ട് അയാൾ വിചാരിച്ചു, ഞാനൊന്ന് പോയിട്ട് ചോദിച്ചു നോക്കാം, അവളെന്താ പറയുന്നതെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അയാൾ ഇങ്ങനെ നടന്നു പോയി. പിന്നെ അയാൾ വിചാരിച്ചു, ഇനിയിപ്പോൾ ചോദിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ, അതും വിചാരിച്ചു, ചോദിക്കാൻ പറ്റുമോ, വുഡ്കട്ടറിനോട് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഫൈനലി അയാൾ ഒരു തീരുമാനത്തിലെത്തി. മിയാൻ ബാലിസ്റ്റേ കുഡ് നോട്ട് ഹെൽപ്പ് ഹിംസെൽഫ്, അതായത് അയാൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചില്ല, അയാൾക്ക് അതിനുള്ളൊരു മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു, അയാൾ പോയിട്ട് എന്ത് ചെയ്തു, ഇയാളോട് ചോദിക്കുകയാണ്, ആരോട്, വുഡ് കട്ടറിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്, ഫൈനലി അയാൾ എന്ത് ചെയ്തു, പോയിട്ട് വുഡ് കട്ടറിനോട് ചോദിക്കുകയാണ്. ഹി വെൻറ്റ് ഹോപ്പിംഗ് ടു ദ വുഡ് കട്ടർ ആൻഡ് സെൻഡ്, അയാൾ എന്ത് ചെയ്തു, അയാൾ ഓടിച്ചാടി പോയിട്ട് എന്ത് ചെയ്തു, അയാളോട് വുഡ് കട്ടറിനോട് ചോദിച്ചു, പറയാണ്, ഹലോ ബ്രദർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ ആസ്ക് യു സംതിങ്, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആര് ചോദിക്കുകയാണ്, ഈ മിയാൻ ബാലിസ്റ്റിയെ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹലോ ബ്രദർ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ആൻസർ തരുമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. Seeing this tiny person, the woodcutter was amazed and amused, but he hid his smile and said, of course, ask what you want to. All I want to ask is, why do you blow from your mouth onto your hands, said മിയാൻ ബാലിസ്റ്റിയ. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ അയാൾക്ക് വുഡ്പക്കറിന് ഭയങ്കര അത്ഭുതം തോന്നി, അയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇയാൾ എന്താണ്, ഒരു ചെറിയൊരു കുള്ളനാണ്, അതായത് ചെറിയൊരാളാണ്, തീരെ ടൈനി പേഴ്സണാണ്, ചെറിയൊരാളാണ്. അപ്പോൾ അയാളെ കണ്ടപ്പോൾ ഇയാൾക്ക് നല്ല സന്തോഷവും ഭയങ്കര അത്ഭുതമൊക്കെ തോന്നിയിട്ട് അയാൾ എന്ത് പറഞ്ഞു, അയാൾ ചിരിച്ചുകൊണ്ട് പറയാണ്, ഓഫ് കോഴ്സ് തീർച്ചയായും ഞാൻ പറയാം, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്, നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താണ്,
ആ അപ്പോൾ ഇയാൾ പറയാണ് ഞാൻ കണ്ടു, എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഹാൻഡ്സിൽ മൗത്ത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്, മൗത്ത് കൊണ്ട് നിങ്ങൾ ഹാൻഡ്സിൽ ബ്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നന്നായി ഊതുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് മിയാൻ ബാലിസ്റ്റിയെ. അപ്പോൾ എന്താണ് ഇതെന്താ വുഡ് കട്ടർ റിപ്ലൈഡ്, വുഡ് കട്ടർ എന്ത് ചെയ്തു, റിപ്ലൈ ചെയ്തു, ഇറ്റ് ഈസ് ടു കോൾഡ്, നല്ല തണുപ്പാണ്, മൈ ഹാൻഡ്സ് ആർ ഫ്രോസൺ, എൻ്റെ കൈകളൊക്കെ നന്നായി തണുത്തിരിക്കുകയാണ്, സോ ഐ ബ്ലോ ഓൺ ദം ടു വാം ദം എ ലിറ്റിൽ, അതായത് എനിക്ക് കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലോ ചെയ്യുന്നത്, നന്നായി ഊതുന്നതെന്ന് ഇയാൾ പറഞ്ഞു. ദെൻ വെൻ ദേ ഗെറ്റ് കോൾഡ് അഗെയിൻ ഐ വാം ദം അഗെയിൻ ബൈ ബ്ലോയിങ്, എനിക്ക് ഇനിയും തണുപ്പ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ഊതും എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ സീയിങ് മിയാൻ ബാലിസ്റ്റിയെ നോഡഡ്, ഓ നോ ദാറ്റ്സ് ഇറ്റ്, അതായത് മിയാൻ ബാലിസ്റ്റിയെ ഇങ്ങനെ തല കുലുക്കിയിട്ട് പറയുകയാണ്, ഓക്കെ അതാണല്ലേ കാര്യം ചോദിക്കുകയാണ്. ആൻഡ് വിത്ത് ദാറ്റ് ഹി മൂഡ് ഓഫ് ബട്ട് ഹി സ്റ്റേഡ് നിയർ ബൈ ആൻഡ് കെപ്റ്റ് എ ക്ലോസ് വാച്ച് ടു ഹിം, അതായത് അയാൾ എന്ത് ചെയ്തു, കുറച്ചൊന്ന് മൂവ് ചെയ്തിട്ട് അടുത്ത് വന്നിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആര് മിയാൻ ബാലിസ്റ്റിയെ നോക്കി നിൽക്കുകയാണ് വുഡ് കട്ടർ എന്താ ചെയ്യുന്നത്. സൂൺ ഇറ്റ് വാസ് എ ആഫ്റ്റർനൂൺ, അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ശേഷമായി. അപ്പോൾ വുഡ് കട്ടറിന് എന്ത് ചെയ്തു, നന്നായി വിശക്കാൻ തുടങ്ങി. വുഡ് കട്ടർ ബിഗാൻ ടു തിങ്ക് ഓഫ് ദ ലഞ്ച്, വുഡ് കട്ടർ എന്ത് ചെയ്തു, ഇനി ഒന്ന് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. ഹി പിക്ക്ഡ് അപ്പ് 2 സ്റ്റോൺസ് ആൻഡ് മെയ്ഡ് എ ചുൽഹ, അയാൾ എന്ത് ചെയ്തു, 2 സ്റ്റോൺ എടുത്തിട്ട്, നല്ലൊരു കല്ലെടുത്തിട്ട് ഒരു അടുപ്പുണ്ടാക്കി. ഓക്കെ, ഹി ലിറ്റ് എ ഫയർ ആൻഡ് പുട്ട് എ സ്മോൾ ഹന്തി ഒരു പോട്ട് ഫില്ഡ് വിത്ത് പൊട്ടാറ്റോസ് ടു ബോയിൽ, അതായത് എന്നിട്ട് എന്ത് ചെയ്തു, അയാൾ കുറച്ച് തീയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, അതിൽ കുറച്ച് ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ പൊട്ടാറ്റോസും വെള്ളവും വെച്ചിട്ട് അത് തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പോൾ വുഡ് എന്താണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വുഡ് നല്ല ഡാമ്പായിരുന്നു, കുറച്ച് തണുത്തതായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്തു, ആ വുഡ് ഒന്ന് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഫയർ നന്നായി കത്താൻ വേണ്ടിയിട്ട് വുഡ് കട്ടർ ബേൺ ഡൗൺ ആൻഡ് ബ്ലൂ ഓൺ ദ ഫയർ ടു ഹെൽപ്പ് ഇറ്റ് ബേൺ, അതായത് കത്താൻ വേണ്ടി വുഡ് കട്ടർ എന്ത് ചെയ്തു, നന്നായി ഒന്ന് ബെൻഡ് ചെയ്തു, നന്നായി ഒന്ന് കുനിഞ്ഞിരുന്നിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തു, നന്നായി ഊതി കൊടുക്കുകയാണ്, ഇതിന് വേണ്ടിയിട്ട് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാലിസ്റ്റിയ വാസ് വാച്ചിങ് ഹിം ഫ്രം എ ഡിസ്റ്റൻസ്, ഹി സെഡ് ടു ഹിംസെൽഫ്, ദർ ഹി goes again blowing from his mouth, thus fire comes out of his മൗത്ത്. അപ്പോൾ ഈ ബാലിസ്റ്റിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അയാൾ ഇതിങ്ങനെ വാച്ച് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നാണ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിൽ നിന്ന് വാച്ച് ചെയ്തിട്ട് പറയാം, എന്താണ് അയാൾ സ്വന്തമായിട്ട് പറയാനേ, ഇതെന്താപ്പോൾ അയാൾ ചെയ്യുന്നത്, ഏതെന്താ അവരുടെ മൗത്തിൽ നിന്ന് വീണ്ടും ഇങ്ങനെ ഊതുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഫയറൊക്കെ വന്നിട്ടുള്ളത് മൗത്തിൽ നിന്നാണോ, ഈ തീ വന്നിട്ടുള്ളത് അതിൻ്റെ വായിൽ നിന്നാണോ എന്നാണ് ഇയാൾക്കുള്ള ഡൗട്ട് കേട്ടോ. അപ്പോൾ അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരാളിങ്ങനെ ഇരുന്നിട്ട് കണ്ടില്ല, വുഡ് കട്ടർ ഇരുന്നിട്ട് ഇങ്ങനെ ഊതുന്ന ഒരു പിക്ചർ കണ്ടോ, അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ്, ദ വുഡ് കട്ടർ വാസ് ഫീലിംഗ് വെരി ഹംഗ്രി, വുഡ് കട്ടറിന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഹി ടുക്ക് ഔട്ട് എ പൊട്ടാറ്റോ ഫ്രം ദ ഹന്തി, ഹി ട്രൈ ടു ഈറ്റ് ഇറ്റ് ബട്ട് ദറ്റ് പൊട്ടാറ്റോ വാസ് ടു ഹോട്ട്, ഹി അഗെയിൻ ബിഗാൻ ടു ബ്ലോ ഓൺ ഇറ്റ് ഫൂ, അതായത് വുഡ് കട്ടറിന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വുഡ് കട്ടർ എന്ത് ചെയ്തു, പെട്ടെന്ന് എന്ത് ചെയ്തു, ആ പൊട്ടാറ്റോസ് എടുത്തിട്ട് ആ പാത്രത്തിൽ നിന്നും പൊട്ടാറ്റോസ് എടുത്തു, ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് എന്ത് ചെയ്തു, അത് ഈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ പൊട്ടാറ്റോ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അപ്പോൾ പൊട്ടാറ്റോ നല്ല ഹോട്ടായതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു, അതിലിങ്ങനെ ഊതാൻ തുടങ്ങി, എന്നിട്ട് ഇങ്ങനെ ഫൂ എന്ന് ഊതാൻ തുടങ്ങി. അപ്പോൾ എന്താ സെഡ് ബാസ്റ്റിയ ടു ഹെംസെൽഫ്, അപ്പോഴും ബാസ്റ്റിയ പറയാണ്, എന്താ അത്, ഹി ഈസ് ബ്ലോയിങ് അഗെയിൻ, നൗ വാട്ട്, ഹി going to burn the potato. After blowing a few foos on it, the woodcutter put in his mouth and began to eat it. അതായത് ബാലിസ്റ്റിയെ ഇനിയും ആലോചിക്കുകയാണ്, എന്താണ് ഇയാൾ വീണ്ടും ഇങ്ങനെ ഊതുന്നത്, ഇപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത്, ഈ പൊട്ടാറ്റോസ് വീണ്ടും ചൂടാക്കുകയാണോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അയാൾ പറഞ്ഞല്ലോ, ചൂടുള്ള എയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കൈകളൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഊതുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വീണ്ടും ഊതുന്നത് കണ്ടപ്പോൾ ഇയാൾക്ക് അത്ഭുതമായി. അയാൾ പറയാണ്, അപ്പോൾ വീണ്ടും എന്തിനാണ് ഊതുന്നത്, ഇനിയും പൊട്ടാറ്റോസ് ഇനിയും ചൂടാക്കാൻ വേണ്ടിയിട്ടാണോ, അതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവർ നന്നായി ഊതിയതിന് ശേഷം വുഡ് കട്ടർ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇങ്ങനെ ഫൂ എന്ന് ഊതിയതിന് ശേഷം വുഡ് കട്ടർ ഇതെടുത്തിട്ട് അതിൻ്റെ വായിലിട്ടിട്ട് ചവക്കാൻ തുടങ്ങി, എന്നിട്ട് എന്ത് ഈറ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായല്ലോ. ഇനി എന്തേ, നൗ മിയാൻ വാസ് വെരി സർപ്രൈസ്ഡ്, ഇപ്പോൾ മിയാന് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഹി ജസ്റ്റ് കുഡ് നോട്ട് സ്റ്റോപ്പ് ഹിംസെൽഫ് ആൻഡ് ഹി വെന്റ് ടു ഹോപ്പ് ഇൻ ടു ദ വുഡ് കട്ടർ. ഹലോ ബ്രദർ,
ഹലോ ബ്രദർ, ഹി സാഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ അഗെയിൻ. അതായത് അപ്പോൾ മിയാന് ഭയങ്കര അത്ഭുതമായി, സർപ്രൈസായിട്ട് ഇയാൾ വീണ്ടും എന്ത് ചെയ്തു, അയാൾ വീണ്ടും അവിടുന്ന് പോയിട്ട് ഇയാളുടെ അടുത്തേക്ക് ചാടി വന്നിട്ട് വുഡ് കട്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ഹലോ ബ്രദർ, ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വുഡ് കട്ടർ വീണ്ടും റിപ്ലൈ ചെയ്യാണ്, നോട്ട് അറ്റ് ആൾ, ആസ്ക് വാട്ടർ യു വാണ്ട്, നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോ, നോ പ്രോബ്ലം എന്നാണ് വുഡ് കട്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിയാൻ ബാലസ്റ്റിയെ പറയാണ്, ദിസ് മോർണിംഗ് യു ടോൾഡ് മീ ദാറ്റ് യു ബ്ലൂ ഓൺ യുവർ ഹാൻഡ്സ് ടു വാം ദം അപ്പ്, നൗ യു ആർ ബ്ലോയിങ് ഓൺ ദിസ് പൊട്ടാറ്റോ വിച്ച് ഈസ് ഓൾറെഡി സോ ഹോട്ട്, why do you want to make it hotter? അതായത് ചോദിക്കാണ്, മിയാൻ ബാലസ്റ്റി പറയുകയാണേ, ഈ മോർണിംഗിൽ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ നിങ്ങളുടെ കൈകൾ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഊതുന്നതെന്ന് പറഞ്ഞു അല്ലേ, പിന്നെ നിങ്ങൾ എന്താ ഇപ്പോൾ പൊട്ടാറ്റോക്ക് വീണ്ടും ഊതുന്നത്, പൊട്ടാറ്റോ ഓൾറെഡി നല്ല ചൂടാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇനിയും ചൂടാക്കാൻ വേണ്ടിയിട്ടാണോ ഊതുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയാണ്, നോ മൈ ലിറ്റിൽ ഫ്രണ്ട്, എൻ്റെ ചെറിയ കൂട്ടുകാരാ, അതൊന്നല്ല, ദിസ് പൊട്ടാറ്റോ ഈസ് ടു ഹോട്ട്, ഈ പൊട്ടാറ്റോ നല്ല ചൂടാണ്, ഐ ആം ബ്ലോയിങ് ഓൺ ഇറ്റ് ടു കൂൾ ഇറ്റ് ഡൗൺ, അതായത് ഞാൻ എന്തിനാണ് അത് ഊതുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഊതുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു എന്താ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഊതുന്നത് എന്ന്, ഇപ്പോൾ ഇവിടെ എന്താണ്, ഈ കേസിൽ എന്താണ് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഊതുന്നത്. അപ്പോൾ ആകെ കൺഫ്യൂഷൻ ആവുകയാണ് മിയാനിന് അല്ലേ. വെൻ ഹി ഹിയർഡ് ദിസ് മിയാൻ ബാലസ്റ്റിയ ഫേസ് ബിക്കം വൈറ്റ്, ഹി ബിഗാൻ ടു ട്രംബിൾ വിത്ത് ഫിയർ ആൻഡ് സ്റ്റാർട്ടഡ് ടു ബാക്ക് അവേ. അതായത് എന്ത് ചെയ്തു, ഇതൊക്കെ കേട്ടപ്പോൾ മിയാൻ ബാലസ്റ്റിയൻ്റെ ഫേസ് ഭയങ്കര വെള്ള കളറായി, അതായത് അത്രയും വിളറി വെളുക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെ ആയി. ഇയാളെന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചിട്ട് എന്ത് ചെയ്തു, ബാക്കോട്ട് ഇങ്ങനെ പോവാൻ തുടങ്ങി, ബാക്കിലേക്ക് ഇങ്ങനെ പോയിട്ടോ. ദ വുഡ് കട്ടർ വാസ് എ ഗുഡ് മാൻ, ഹി സെഡ്, വാട്ട്സ് റോങ് മാൻ, ആർ യു മിയാൻ, ആർ യു ട്രംബ്ലിങ് ബിക്കോസ് ഓഫ് ദ കോൾഡ്. അതായത് വുഡ് കട്ടർ ഭയങ്കര നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അയാൾ പറയാണ്, എന്താടാ മിയാനെ നിനക്ക് പറ്റിയത്, നിങ്ങൾ ട്രംബ്ലിങ്, അതായത് തണുത്തിട്ട് നിനക്ക് പേടിച്ച് വെറുക്കുകയാണോ നീ ചെയ്യുന്നത്, തണുത്തിട്ടാണോ നീ വിറക്കുന്നത് ചോദിക്കുകയാണ്. ബട്ട് മിയാൻ ബാലസ്റ്റി kept going backward. When he was a safe distance away, he said to himself, what kind of a creature is this? Surely he must be a ghost or jinn. Blow hot, blow cold with the same breath. It is just not possible. അതായത് മിയാൻ ബാലസ്റ്റി പറയാണ്, ബാക്കിലോട്ട് ഇങ്ങനെ പോയിട്ട് അയാൾ സ്വന്തമായിട്ട് തന്നെ പറയുക, കുറച്ച് സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്ത് സ്വന്തമായിട്ട് പറയുകയാണേ, എന്ത് ക്രിയേഷൻ, എന്ത് അവതാരമാണിത്, ഇത് ശരിക്കും ഒരു ഗോസ്റ്റോ അല്ലെങ്കിൽ ജിന്നോ ആയിരിക്കും ഈ വുഡ് കട്ടറെ, അല്ലെങ്കിൽ ഈ സെയിം ബ്രീത്ത് നമ്മൾ സെയിം ആയിട്ടുള്ള നമ്മുടെ ശ്വാസത്തിൽ നിന്ന് എങ്ങനെ ചൂട് കാറ്റും അതുപോലെ ചൂട് തണുപ്പും നമ്മളെങ്ങനെ ഉണ്ടാക്കുക, തണുക്കാനും വേണ്ടിയിട്ട് ഊതുന്നുണ്ട്, ചൂടാക്കാനും വേണ്ടി ഊതുന്നുണ്ട്, അപ്പോൾ എങ്ങനെ രണ്ടും കൂടി ഒരേ ബ്രീത്തിൻ്റെ ശ്വാസത്തിൽ നിന്ന് എടുക്കുക, അപ്പോൾ ഇതൊരിക്കലും സംഭവിക്കില്ല എന്ന് മിയാൻ ബാലസ്റ്റിയെ പറയാണ്. ദാറ്റ്സ് റൈറ്റ്, ദർ ആർ സം തിങ്സ് വിച്ച് ജസ്റ്റ് കനോട്ട് ബി ബട്ട് ദേ ആർ. അതായത് നമുക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട്, പക്ഷേ ചിലത് എന്ത് ചെയ്യും, പക്ഷെ അത് നമുക്ക് അങ്ങനെയാണ് ചൂടാക്കാനും തണുപ്പിക്കാനൊക്കെ നമ്മൾ സെയിം കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നോക്കുക, ഡു ദിസ്, നിങ്ങളോട് ഇത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മിയാൻ ബാലസ്റ്റിയെ was confused when he saw the woodcutter blowing on his cold hands to make them warm and on the hot potatoes to cool them. മിയാൻ ബാലസ്റ്റിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. എന്ത് ചെയ്തു, അയാൾ എന്ത് ചെയ്തു, വുഡ് കട്ടർ ഇങ്ങനെ ഇയാളുടെ തണുത്ത കൈകൾ ചൂടാക്കാൻ വേണ്ടി ഊതുന്നത് കണ്ടപ്പോൾ, അതുപോലെ തന്നെ ഹോട്ട് പൊട്ടാറ്റോസ്, നല്ല ചൂടുള്ള പൊട്ടാറ്റോസ് തണുക്കാൻ വേണ്ടിയും ഊതുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കര എന്ത് ചെയ്തു, കൺഫ്യൂഷൻ ആയിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഹാവ് യു വാംഡ് യുവർ ഹാൻഡ്സ് ഇൻ വിൻ്റർ ബൈ ബ്ലോയിങ് ഓൺ ദം വെൻ ദേ ആർ കോൾഡ്, ഹൗ ഡസ് ഇറ്റ് ഫീൽ? അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കൈകൾ എന്ത് ചെയ്ത് ഊതിയിട്ടുണ്ടോ, ഈ തണുപ്പുണ്ടാകുമ്പോൾ ചൂടാവാൻ വേണ്ടിയിട്ട് ഊതിയിട്ടുണ്ടോ, നിങ്ങൾക്ക് അപ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. യെസ്, ഐ ഓഫൺ വാം മൈ ഹാൻഡ്സ് ഇൻ വിൻ്റർ ബൈ ബ്ലോയിങ് ഓൺ ദം വെൻ ദേ ആർ കോൾഡ്, ദെൻ ഇറ്റ് ഫീൽസ് വാം ആൻഡ് കോസി അല്ലേ. അതായത് നമുക്ക് ചൂടാകാൻ വേണ്ടിയിട്ട്, നമുക്കൊരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹാൻഡ്സ് വിൻ്റർ സീസണിലൊക്കെ ഊതാറുണ്ട്, വായ കൊണ്ട്. സോ ഇതാണ് ഇതേണ്ടത്. ദെൻ ബ്ലോ ഹാർഡ് ഫ്രം യുവർ മൗത്ത് ഓൺ ടു യുവർ ഹാൻഡ്സ്, ഹൗ ഡിഡ് യു ഫൈൻഡ് ദ എയർ ഫ്രം യുവർ മൗത്ത് ആസ് കമ്പയർഡ് ടു ദ എയർ അറൗണ്ട്? വാസ് ഇറ്റ് ഹോട്ടർ ഓർ കൂൾ? നിങ്ങളുടെ മൗത്തിൽ നിന്ന് കയ്യിലേക്ക് നന്നായി ബ്ലോ ചെയ്യുമ്പോൾ, നല്ല ഹാർഡായിട്ട് ഹോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എയർ, നിങ്ങളുടെ മൗത്തിലുള്ള എയർ ആണോ അതോ നിങ്ങളുടെ ചുറ്റുള്ള എയർ ആണോ ചൂട് അനുഭവപ്പെടുക എന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എയറിൻ്റെ കണ്ടീഷൻ ഏതാണ് ചൂട് അല്ലെങ്കിൽ ഏതാണ് തണുപ്പ്?
അല്ലെ? ഓഫ് കോഴ്സ് നമുക്കറിയാം നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വായു ആയിരിക്കും, എയർ ആയിരിക്കും എന്ത് ചെയ്യുക മറ്റേനെ നമ്മുടെ ചുറ്റുള്ള എയറിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടും അല്ലേ? ഓൺ ബ്ലോയിങ് ഹാർഡ് ഫ്രം ദി മൗത്ത് ടു ദ ഹാൻഡ്സ് ദ എയർ ഫ്രം ദി മൗത്ത് ഫീൽസ് ഹോട്ടർ ആസ് കമ്പയർഡ് ടു ദ എയർ അറൗണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Now put your hands at some distance from your mouth and blow again. Does the air from your mouth feel warm? Why? നിങ്ങളുടെ എയർ മൗത്തിൽ നിന്നുള്ള എയർ നിങ്ങൾക്ക് വാമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? അതായത് കുറച്ച് ഡിസ്റ്റൻസ് അവേ നമ്മളുടെ കൈ വെച്ചിട്ട് നമ്മൾ മൗത്തിൽ നിന്നും നന്നായി ഊതുന്ന സമയത്ത് നമുക്ക് തണുപ്പാണോ ചൂടാണോ അനുഭവപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും നമുക്ക് അനുഭവപ്പെടുക? വെൻ ദ ഹാൻഡ്സ് ആർ പ്ലേസ്ഡ് അറ്റ് some distance from the mouth, the air is blown again. This time the air from the mouth does not feel much warm അല്ലേ? അതായത് അത്യാവശ്യത്തിനുള്ള ഭയങ്കരമായിട്ട് വാം ചൂട് നമുക്ക് അനുഭവപ്പെടില്ല, കാരണം കുറച്ച് ഡിസ്റ്റൻസ് ആണല്ലോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിക്കോസ് ഡ്യൂ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദി മൗത്ത് ദ എയർ ഗെറ്റ്സ് മിക്സ്ഡ് അപ്പ് വിത്ത് ഔട്ട്സൈഡ് എയർ ആൻഡ് ദസ് ബിക്കം കൂളർ. അതായത് എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ഔട്ട്സൈഡ് എയർ ആണല്ലോ ഉള്ളത്. അതായത് പുറത്തുള്ള എയർ നല്ല കൂളാകുമ്പോൾ ഈ നമ്മൾ ഊതുന്ന എയറുമായിട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് വീണ്ടും തണുപ്പായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസിൽ വെക്കുന്ന മൗത്തിൽ നിന്ന് വരുന്ന എയർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരിക്കലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല. ഓക്കെ, think and tell ആണ്. Can you think of any other way in which you use a warmth from your mouth? Breathe. അതായത് നിങ്ങൾ വേറെ എന്തൊക്കെ രീതിയിലൊക്കെയാണ് നമ്മുടെ വായിലുള്ള ചൂട് കാറ്റ് അല്ലെങ്കിൽ നമ്മൾ ഊതുമ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാം എയർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ദെൻ another way in which we can use the warmth of our breath is when someone gets swelling and redness in the eyes, or some warm breath on a piece of cloth or handkerchief and quickly planting it in the swollen part or red eyes gives some relief to the പേഴ്സൺ അല്ലേ? നമ്മൾ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കാം, നമുക്ക് നമ്മളെ തലയിലോ എവിടെയെങ്കിലും മുഴച്ച് വരിക, എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുന്ന സമയത്ത്, അതുപോലെ കണ്ണ് ചുവന്ന് വരിക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല വാമ ബ്രീത്ത് നമുക്ക് വേണം, നല്ല ചൂടുള്ള ബ്രീത്ത് ശ്വാസം അല്ലേ? ആ ശ്വാസം എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഒരു നല്ല ക്ലോത്ത് എടുത്തിട്ട് കർച്ചീഫോ അല്ലെങ്കിൽ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് അതിൽ നമ്മൾ നന്നായി വാം ബ്രീത്ത് നമ്മളെ മൗത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും, മുഴച്ച് വന്നിട്ടുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ അത് നമുക്കൊരു ക്വിക്ക് റിലീഫ് കിട്ടും, നമുക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? The next നോക്കുക, fold a piece of cloth 3-4 times. Now bring it close to your mouth and blow hard on it. Okay, did the cloth become warm? അതായത് നിങ്ങൾ 3-4 പ്രാവശ്യം ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒരു പീസ് പേപ്പർ എടുത്തിട്ട് നന്നായി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമ്മളുടെ മൗത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് നന്നായി ബ്ലോ ചെയ്യുക, നന്നായി ഊതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ക്ലോത്ത് അപ്പോൾ നല്ല ചൂടാവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ദ ക്ലോത്ത് വിൽ become warm, നന്നായി ചൂടാവും അല്ലേ? Then second question, Balestier saw that the woodcutter was trying to cool the hot potatoes by blowing on them. What would have happened if he had heated the potatoes without cooling them? അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ ബാലിസ്റ്റിയെ കണ്ടിട്ടുള്ള കാര്യമാണ്, വുഡ് കട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ചൂടുള്ള പൊട്ടാറ്റോസ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഊതുന്നുണ്ട് അതിൽ. അപ്പോൾ എന്താണ് ശരിക്കും ഈ പൊട്ടാറ്റോസ് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ അത് കൂളാക്കാതെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, അതായത് ഈ ഒരു പൊട്ടാറ്റോസ് തണുപ്പിക്കാതെ കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബേൺ ദ വാട്ട് വിൽ ഹാപ്പൻ? ദ ടങ് വിൽ ബേൺഡ് അല്ലേ? അതായത് നമ്മളുടെ നമ്മുടെ നാവ് എന്ത് ചെയ്യും, പൊള്ളിപ്പോവും അല്ലേ? Have you ever burnt your tongue when you ate or drank something that was too hot? How do you cool some food when it is too hot? അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ നാവ് പൊള്ളിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കുടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ, ചായ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. മെയിനായിട്ട് നമുക്ക് പൊള്ളലേൽക്കുന്നത് എപ്പോഴും എന്താണ്, ചായ കുടിക്കുമ്പോഴായിരിക്കും അല്ലേ? യെസ്, ഐ ഹാഡ് വൺസ് ബേൺട്ട് മൈ ടങ് ഓൺ ഡ്രിങ്കിങ് വെരി ഹോട്ട് ടീ. നല്ല ചൂടുള്ള ചായ കുടിക്കുമ്പോൾ നന്നായി നമുക്ക് എന്ത് ചെയ്യും, ബേൺട്ട് ഉണ്ട്, നമുക്ക് നന്നായി പൊള്ളും, നമ്മളുടെ നാവ് പൊള്ളിപ്പോവും. ചില ഫുഡ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫുഡ് നല്ല ഹോട്ടുള്ള നല്ല ചൂടുള്ള ഫുഡ് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ കേട്ടോ. അതുപോലെ അപ്പോൾ നമ്മൾ കൂൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പൊള്ളിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുക, നമുക്ക് അത് നന്നായി ഊതി കൊടുക്കുക തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ കീപ്പ് ഇറ്റ് ഇൻ ദ ബ്രോഡ് കണ്ടെയ്നർ അണ്ടർ എ ഫാനിൻ്റെ താഴെ ഒരു പാത്രത്തിൽ എടുത്തിട്ട്
അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ആ ഫുഡ് ഐറ്റം എന്ത് ചെയ്യും, നന്നായി തണുത്ത് കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If you were to cool these 3 hot things, dal, roti, rice, in which ways would you do so? അതായത് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തു, അത് ചൂടുള്ള സാധനങ്ങളാണ്, അത് തണുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ദാൾ പറഞ്ഞാൽ എന്താ, പരിപ്പ് അല്ലേ. ദെൻ റൊട്ടി, അതുപോലെ തന്നെ റൈസ്, ചോറ്, അരി, അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ചോറ് തിളപ്പിക്കുക. ഇതിനൊക്കെ നമ്മൾ ചൂട് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, അതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ദാൽ, റൊട്ടി ആൻഡ് റൈസ് ക്യാൻ ബി കൂൾഡ് ബൈ keeping them in a broad container under a fan and also by blowing air on them from mouth അല്ലേ. നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മളൊരു ഫാനിൻ്റെ താഴെ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ നമുക്ക് നന്നായി ഊതി കൊടുക്കുക, നമ്മളെ മൗത്തിൽ നിന്നും ഊതി കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇത്രയും മാർഗ്ഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ പിക്ചർ 1, മിനി ട്രൈ ടു കൂൾ ഡൗൺ cool her tea by blowing on it. Which do you think will be hotter, Minnie's tea or the air she blow from her mouth? അതായത് മിനി എന്ത് ചെയ്ത് അവളുടെ ചൂടുള്ള ചായ നന്നായി ഊതുന്നുണ്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഏതാണ് ചൂടായിരിക്കുക, മിനിൻ്റെ ടീ ആണോ, അതുപോലെ തന്നെ അവൾ മൗത്തിൽ നിന്ന് വരുന്ന ചൂടാണോ, ചൂട് കാറ്റാണോ, ഏതായിരിക്കും ചൂടായിരിക്കുക? മിനിസ് ടീ വുഡ് ബി ഹോട്ടർ ആസ് കമ്പയർഡ് ടു ദ എയർ ബ്ലൂ ഫ്രം ഹെർ മൗത്ത്. അവളുടെ മൗത്തിൽ നിന്ന് വരുന്ന എന്താ പറയുക, കാറ്റ്, അതായത് മൗത്തിൽ നിന്ന് വരുന്ന ഊതിനേക്കാളും എന്ത് ചെയ്യും, മീനിൻ്റെ ടീ ആയിരിക്കും നല്ല ചൂടുണ്ടാവുക അല്ലേ. ദെൻ പിക്ചർ 2 സോനു വാസ് ഫീലിംഗ് വെരി കോൾഡ്, ഹി കെപ്റ്റ് ബ്ലോയിങ് ഓൺ ടു ഹിസ് hands. Now think and write which will be cooler, Sonu's hands or his breath. അതായത് നമുക്കറിയാം സോനുവിന് ഭയങ്കര തണുപ്പാണ് അനുഭവപ്പെടുന്നത്, അപ്പോൾ അവളുടെ കൈകൾക്ക് ഇങ്ങനെ ഊതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതായിരിക്കും, സോനുവിൻ്റെ ഹാൻഡ്സ് ആണോ, അതുപോലെ തന്നെ അവളുടെ ബ്രീത്ത് ആണോ, അവളുടെ ശ്വാസമാണോ ചൂട് ഉണ്ടാവുക, ഏതായിരിക്കും തണുപ്പുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും തണുപ്പുണ്ടാവുക? We know that Sonu's hand will be cooler as compared to the air blown by him അല്ലേ. അതായത് എന്ത് ചെയ്യൂ, സോനുവിൻ്റെ ഹാൻഡ്സ് ആയിരിക്കും നല്ല തണുപ്പുണ്ടാവുക, അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബ്രീത്ത് ചെയ്യുന്നത്, നല്ല ഹോട്ട് ബ്രീത്ത് ചെയ്യുക. നെക്സ്റ്റ് നോക്കുക ഫോർ വാട്ട് അതർ തിങ്സ് ഡു യു ബ്ലോ എയർ ഫ്രം യുവർ മൗത്ത്. എയർ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ യൂസ് ചെയ്യുക, ബ്ലോ ചെയ്യുക, നമ്മൾ വായിൽ നിന്നും നമ്മൾ യൂസ് ചെയ്യുന്ന എയർ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ അതർ തിങ്സ് ഫോർ വിച്ച് ഐ ബ്ലോ എയർ ഫ്രം മൈ മൗത്ത് ആർ ഫോർ വിസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർസിൽ നമ്മൾ മൗത്തിൽ നിന്ന് വരുന്ന എയർ യൂസ് ചെയ്യും. അപ്പോൾ തന്നെ ഫോർ പ്ലേയിങ് വിത്ത് ഫിർക്കി എന്നാൽ എന്താ, പങ്ക അല്ലേ. അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് പങ്ക. ആ പങ്ക നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പങ്ക എന്നോട് കളിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മൗത്തിൽ നിന്നുള്ള എയർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ നമ്മൾ ചെയ്യുക, ഓൺ എറേസിങ് ഓൺ ദ നോട്ട്ബുക്ക് വിത്ത് ആൻ എറേസർ ദ റബ്ബർ പാർട്ടിക്കിൾസ് ആർ റിമൂവ്ഡ് ബൈ ബ്ലോയിങ് എയർ ഓൺ ദം. അതായത് നമ്മൾ എറേസർ യൂസ് ചെയ്യുമ്പോൾ, നന്നായി യൂസ് ചെയ്യുന്ന എറേസർ, അതായത് എന്തെങ്കിലും തെറ്റിപ്പോയാലൊക്കെ മായ്ക്കുമല്ലോ നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതിയത്, അപ്പോൾ അത് മായ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എറേസറിൻ്റെ ബാക്കി അതിൻ്റെ റബ്ബർ പാർട്ടിക്കിൾസ് നമ്മൾ എറേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുറച്ച് പാർട്ടിക്കിൾസ് അതിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഊതിയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് കളയുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ എന്താണ്, ഫോർ ക്ലീനിങ് ദ സ്പെക്ടക്കിൾസ് അല്ലേ. സ്പെക്ടക്കിൾസ് പറഞ്ഞാൽ എന്താ, കണ്ണടക്ക് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഊതാറുണ്ട് അല്ലേ, അതിന്മേലുള്ള പൊടിയൊക്കെ പോക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. ഇനി മേക്ക് എ പേപ്പർ വിസിൽ, ഒരു വിസിൽ ഉണ്ടാക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് മെത്തേഡ് നോക്കുക. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ 12 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് 6 സെൻറ്റിമീറ്റർ വൈഡ്. ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, 12 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുള്ളത്. ഫോൾഡ് ദ പേപ്പർ ഇൻ ടു ഹാഫ് ആസ് ഇൻ പിക്ചർ 1. ടിയർ ഇറ്റ് ഓഫ് എ ലിറ്റിൽ ഇൻ ദ സെൻറ്റർ ടു മേക്ക് എ സ്മോൾ ഹോൾ ആസ് ഷോൺ ഇൻ പിക്ചർ 2. രണ്ടാമത്തെ പിക്ചറിൽ കൊടുത്തിട്ടുള്ള പോലെ ഹാഫായിട്ട് ഈ പേപ്പർ മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾസ് ഉണ്ടാക്കുക, ഒരു ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്മോൾ ഹോൾ ഉണ്ടാക്കുക. ഫിഗർ
2-ൽ കൊടുത്തിട്ടുള്ള പോലെ കേട്ടോ. ദെൻ ഫ്രം ബോത്ത് സൈഡ് ഫോൾഡ് ദ പേപ്പർ അപ്വേർഡ്, അതായത് രണ്ട് സൈഡിൽ നിന്നും ചെറിയൊരു ഭാഗം പേപ്പർ എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. ദെൻ ഹോൾഡ് ദ പേപ്പർ ബിറ്റ്വീൻ യുവർ ഫിംഗേഴ്സ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ യുവർ മൗത്ത്. എന്ത് ചെയ്യുക, എന്നിട്ട് ഈ പേപ്പേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ പേപ്പർ എടുത്തിട്ട് നിങ്ങളെ ഫിംഗേഴ്സ് കൊണ്ട് പിടിച്ച് രണ്ട് സൈഡിലും പിടിച്ചിട്ട് അത് മൗത്തിൽ വെച്ചിട്ട് ഊതുക. ദെൻ ബ്ലോ ഓൺ ഇറ്റ് ആൻഡ് ഹിയർ ദ വിസിൽ വിസിൽ വാസ് ലൗഡർ യുവേഴ്സ് ഓർ യുവർ ഫണ്ട്സ്. അതായത് എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായി ഊതി കൊടുക്കുമ്പോൾ നമുക്ക് വിസിലിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ആര് വിസിലാണ് നന്നായി സൗണ്ട് ഉണ്ടാകുന്നത്, നിങ്ങളുടെ ആണോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുക കേട്ടോ, അത് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് മാമിന് സെൻഡ് ചെയ്യുക കേട്ടോ. ബ്ലോ ജെൻ്റ്ലി ആൻഡ് ആൾസോ ബ്ലോ ഹാർഡ് ആൻഡ് മേക്ക് ഡിഫറെൻറ്റ് സൗണ്ട്. അതായത് കുറച്ച് സ്പീഡ് കുറച്ചിട്ട് നന്നായി ഊതി നോക്കുക, അപ്പോൾ നന്നായി ഹാർഡായിട്ട് ഊതി നോക്കുക, അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ദെൻ വി ക്യാൻ മീറ്റ് നെക്സ്റ്റ് ക്ലാസ് വിത്ത് ന്യൂ ടോപ്പിക് ബ്ലോ ഇൻ ഡിഫറെൻറ്റ് വേസ്. അങ്ങനെയൊക്കെയാണ് ഊതുള്ളത്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ അതാണ് നല്ലത്. സോ ഐ വിൽ സെൻഡ് ദ ആൻസേഴ്സ് ഓഫ് ദിസ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ വാട്സപ്പ് ഗ്രൂപ്പ് ആൻഡ് യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ദാറ്റ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സെൻഡ് മീ. ഓക്കെ, bye.